ഇപ്പം മാനിഫെസ്റ്റേഷൻ എന്നുള്ളൊരു കോൺസെപ്റ്റ് തന്നെ ഇപ്പം എനിക്ക് തോന്നുന്നു എല്ലാവരും മാനിഫെസ്റ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവരാണ്. പലരും മാനിഫെസ്റ്റ് ചെയ്തിട്ട് ഇത് വർക്ക് ആവുന്നില്ല എന്ന് കംപ്ലൈൻറ്റ് പറയുന്നവരാണ്. എൻ്റെ ടെക്നിക്കിൽ എന്തോ പ്രശ്നമുണ്ട് എന്ന് വിചാരിക്കുന്നവരാണ്. അല്ലെങ്കിൽ എനിക്കിത് ശരിയാവുന്നില്ല. അവരുടെ ഒരു റിയാലിറ്റി ഉണ്ടല്ലോ, ലൈക്ക് ആക്ച്വലി ഇഫ് ദേ ഹാവ് ടു ഫേസ് എ ലോട്ട് ഓഫ് ഒരു ഡെയിലി ബേസിസിൽ അവർക്ക് മോശം കാര്യങ്ങൾ അല്ലെങ്കിൽ ഒരു ബുദ്ധിമുട്ടുകളെയൊക്കെ സഫർ ചെയ്യേണ്ടി വരുന്നുണ്ടെങ്കിൽ അപ്പം എങ്ങനെയാണ് നമുക്കിങ്ങനെ മാനിഫെസ്റ്റ് ചെയ്യാൻ പറ്റുക? ടു ബിലീവ് ദറ്റ് വട്ടെവർ ഐ വോണ്ട് ടു ഹാവ് ഇസ് ഓൾറെഡി ദെയർ എന്ന് നമുക്ക് എങ്ങനെയാണ് ഇത് ഭയങ്കര ഡിഫിക്കൽട്ട് ആവില്ല? അവിടെ എങ്ങനെയാണ് ഒരു ഹീലർ ഹെൽപ്പ് ചെയ്യുക? ഫസ്റ്റ് ഇതിൽ ഞാൻ പറയുന്നൊരു കാര്യം, ഇതെല്ലാവർക്കും പെട്ടെന്ന് കൊള്ളും, സ്പെഷ്യലി മാനിഫെസ്റ്റേഷൻ ചെയ്യുന്ന ആൾക്കാർക്ക്. നോ പ്രോബ്ലം. There is nothing to manifest. Okay. Because it's already there. Okay. അതിൻ്റെ ഒരു ഇതായിട്ട് നമ്മൾ പറയുവാണെങ്കിൽ, യു ആർ നോട്ട് ഇൻ ദ യൂണിവേഴ്സ്, യു ആർ ദ യൂണിവേഴ്സ്. മനസ്സിലായോ? അപ്പോൾ നമ്മളാണ്, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഷിബ്ലയ്ക്ക് ഇപ്പോൾ ഒരു സൂപ്പർ മാർക്കറ്റ് ഉണ്ടെന്ന് കരുതാം. ആ സൂപ്പർ മാർക്കറ്റ് ഷിബ്ലയുടെ സ്വന്തമാണ്. ഷിബ്ല ആ സൂപ്പർ മാർക്കറ്റിലെ എല്ലാ സാധനങ്ങളും വീട്ടിൽ കൊണ്ടുപോയി വെക്കുമോ? ഇല്ല. കുറേ സാധനങ്ങൾ ഒരുമിച്ച് കൊണ്ടുപോയി വെക്കുമോ? ഇല്ല. കാരണം അത് നമ്മളുടെയാണ്. നമുക്ക് ആവശ്യമുള്ളപ്പോൾ നമുക്ക് എടുക്കാം. പക്ഷേ അത് ഷിബ്ലയ്ക്ക് അറിയാം, ഇതെൻ്റെ സൂപ്പർ മാർക്കറ്റാണ്, എനിക്ക് എപ്പോൾ വേണമെങ്കിലും ആക്സസ് ഉണ്ട്, എനിക്ക് എപ്പോൾ വേണമെങ്കിലും അത് എടുക്കാം എന്നുള്ളത് കൊണ്ട് നമുക്കത് മുഴുവൻ വീട്ടിലേക്ക് കൊണ്ടുപോയി വെക്കേണ്ട ആവശ്യമില്ല. അല്ലെങ്കിൽ ഒരു ബഞ്ച് ഓഫ് തിങ്സ് ഒരു ബൾക്കായിട്ട് നമുക്ക് കൊണ്ടുപോയി വെക്കേണ്ട ആവശ്യമില്ല. സോ ഫസ്റ്റ് നമ്മൾ റിയലൈസ് ചെയ്യേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ, യു ഹാവ് ടു എംബോഡി ദാറ്റ് everything is me. I am the universe who is creating the reality. സോ അവിടെ മാനിഫെസ്റ്റ് ചെയ്യാനായിട്ടൊന്നുമില്ല. നമ്മൾ ആ ഫ്രീക്വൻസിയിൽ എംബോഡി ചെയ്യാന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ട കാര്യം. പിന്നെ മാനിഫെസ്റ്റേഷൻ ഇറ്റ് വർക്ക്സ്. അതിൻ്റെ ഒരു സത്യം പറഞ്ഞു കഴിഞ്ഞാൽ, എനിക്കൊരു ക്ലയൻറ്റ് ഉണ്ടായിരുന്നു. ഈ ക്ലയൻറ്റ് പാർട്ട്ണർ, പുള്ളിക്കാരിക്ക് ഒരു ഇഷ്ടമുണ്ട്, പക്ഷേ ഇത് തുറന്നൊന്നും പറഞ്ഞിട്ടില്ല. അപ്പോൾ പുള്ളിക്കാരിക്ക് എങ്ങനെയെങ്കിലും ഈ ഒരു വ്യക്തിയെ പാർട്ട്ണറായിട്ട് കിട്ടണം. അതിനുവേണ്ടി പുള്ളിക്കാരി പല കൈൻഡ് ഓഫ് മാനിഫെസ്റ്റേഷൻ ടെക്നിക്സും അതുപോലെ പല കൈൻഡ് ഓഫ് ഇതും പുള്ളിക്കാരി പ്രാക്ടീസ് ചെയ്യാൻ തുടങ്ങി. ആൻഡ് ഷീ ബിലീവ്ഡ് ഇറ്റ്. അപ്പം നമ്മൾ ബിലീവ് ചെയ്യുന്നത് നടക്കും. ഒരു ഡൗട്ടും ഉണ്ടാവാൻ പാടില്ല. നമുക്ക് എല്ലാവർക്കും ഒരു ഇതുണ്ട്, ഇത് വർക്ക് ആവില്ലേ, എന്താ റിസൾട്ട് വരാത്തേ, അതെല്ലാം നമ്മളിടുന്ന ബ്ലോക്കാണ്. ആ റിയാലിറ്റി നമ്മളിലേക്ക് വരാനുള്ള തടസ്സങ്ങളാണ് നമ്മളുടെ ഓരോ തോട്ട്സും. ഇതെന്താ ഇത്രയും ഞാൻ ചെയ്തിട്ടും നടക്കാത്തത്, ഇതെന്താ സിങ്ക് ആവാത്തത്, ഓരോ ബ്ലോക്സുകളും നമ്മൾ ഇട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഈ ഒരു ക്ലയൻറ്റ് ചെയ്ത കാര്യം അവർ കംപ്ലീറ്റ്ലി ബിലീവ് ചെയ്ത്, അവർ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ടെക്നിക്സ് ഒക്കെ യൂസ് ചെയ്ത് ഈ ഹസ്ബൻഡിനെ, ഈ പാർട്ട്ണറെ അവർക്ക് ഹസ്ബൻഡായിട്ട് തന്നെ കിട്ടി. ഇറ്റ് ടുക്ക് ഓൾമോസ്റ്റ് 1.5 years. ആ ഒരു വ്യക്തി ഇവരുടെ ലൈഫിൽ ഒന്നും ചെയ്യാതെ തന്നെ അത് സംഭവിച്ചു. ഇറ്റ് ഹാപ്പൻഡ്. ആൻഡ് ഇവരെ ഞാൻ മീറ്റ് ചെയ്യുന്നത് ഇവരുടെ ഒരു മാരേജ് കഴിഞ്ഞ ഒരു 2 years 3 years കഴിഞ്ഞപ്പോഴാണ്. അതിനുശേഷം ഇവർ ഡിവോഴ്സ്ഡായി. അപ്പോൾ അന്ന് ഈ കുട്ടി എന്നോട് ചോദിച്ചൊരു കാര്യം, ഭൂമി, ഞാൻ ഒരുപാട് കഷ്ടപ്പെട്ട് മാനിഫെസ്റ്റ് ചെയ്ത്, അതായത് യൂണിവേഴ്സിനോട് അതുപോലെ ഇത് ചെയ്ത്, ആ ഒരു ഫ്രീക്വൻസിയിലൊക്കെ ഞാൻ വിശ്വസിച്ച് എന്നെ കംപ്ലീറ്റ്ലി കൊടുത്തിട്ടും ഈ ഒരു വ്യക്തിയെ എനിക്ക് പാർട്ട്ണറായിട്ട് കിട്ടി. പക്ഷേ എൻ്റെ ലൈഫിൽ അതുകൊണ്ടൊരു ഗുണം ഉണ്ടായില്ല. സോ നമ്മൾ മാനിഫെസ്റ്റേഷൻ ചെയ്യുമ്പോൾ ടെക്നിക്സ് വഴി നമ്മളൊരു കാര്യം നമ്മുടെ ലൈഫിലേക്ക് കൊണ്ടുവരുമ്പോൾ ഇറ്റ് വർക്ക്സ് ബിക്കോസ് യൂണിവേഴ്സ് റെസ്പോണ്ട് ടു ഫ്രീക്വൻസീസ് ആൻഡ് എനർജി. സോ വാട്ട് യു ഡിമാൻഡ് യു വിൽ ഗെറ്റ്. അതാണ് യൂണിവേഴ്സിൻ്റെ ഒരു കോൺസെപ്റ്റ് എന്ന് പറയുന്നത്. സോ ഈ കുട്ടിക്ക് കിട്ടി, ആവശ്യമുള്ള കാര്യം കിട്ടി. പക്ഷെ നമുക്ക് എന്തെങ്കിലും ഉറപ്പുണ്ടോ ഷിബ്ല, നാളെ ഇത് എൻ്റെ ലൈഫിൽ അടിപൊളി ആയിരിക്കുമെന്ന്? ഇപ്പോഴത്തെ നമ്മളുടെ തോട്ടും ഡിസയറും നീഡും വെച്ചിട്ടാണ് നമ്മളെല്ലാം മാനിഫെസ്റ്റ് ചെയ്യുന്നത് ലൈഫിൽ. ഇപ്പോൾ എനിക്ക് ഈ ജോലി ഉണ്ടെങ്കിൽ അതിന് ഞാനും ജോയും എൻ്റെ ഹസ്ബൻഡും തമ്മിൽ എപ്പോഴും ഇടയ്ക്ക് പറയുന്ന ഒരു കാര്യമുണ്ട്, എനിക്ക് നാസയിലെ ഒരു ആസ്ട്രോനോട്ട് ആവണം, അല്ലെങ്കിൽ ഒരു വർക്കർ ആവണം, അവിടുത്തെ ഒരു ബേസിക് സ്റ്റാഫെങ്കിലുമായിട്ട് മാറണം എന്നാണ് ഫോർ എക്സാമ്പിളായിട്ട് പറയുകയാണ്. അങ്ങനെ ആവണം എന്നാണ് എൻ്റെ ആഗ്രഹം. അതിനുവേണ്ടി ഞാൻ വളരെ കഷ്ടപ്പെട്ട് ഞാൻ അതിനുവേണ്ടി പ്രാക്ടീസ് ചെയ്ത് മാനിഫെസ്റ്റ് ചെയ്ത് ലിറ്ററലി ഞാനത് എനിക്ക് ഉണ്ടാക്കിയെടുത്തു. എനിക്ക് അങ്ങനെ ഒരു സ്റ്റാഫായിട്ട് അവിടെ ജോലി കിട്ടി. അപ്പോൾ ഒരു മീമായിട്ട് ഒരു തമാശയായിട്ട് പറയാണ്, ഇപ്പോൾ യൂണിവേഴ്സ് മാറി നിന്നിട്ട്, ഭൂമി, ഐ വോണ്ട് യു ടു ബിക്കം ആൻ ആസ്ട്രോനോട്ട് അല്ലെങ്കിൽ ഒരു സയൻറ്റിസ്റ്റ്, പക്ഷെ നീ മാനിഫെസ്റ്റ് ചെയ്ത് അതിനെ ഡീഗ്രേഡ് ചെയ്തു.